ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൊല്ലപ്പെട്ട ജഗന്നാഥ വർമ്മ പ്രതാപവർമ്മയുടെ പഴയകാല സുഹൃത്താണെന്നാണ് അറിയാൻ കഴിയുന്നത്. ജഗന്നാഥ വർമ്മയെ കൊലപ്പെടുത്തിയ ഋതികയ്ക്ക് അയാളോട് മുൻവൈരാഗ്യമുണ്ടെന്ന് വേണം കരുതാൻ. അറസ്റ്റിലായ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കണ്ടില്ലേ, എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞോണ്ടാ ഞാൻ ഓടി വന്ന് TV ഓൺ ചെയ്ത്. വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മയുടെ ഏക മകളാണ് ഋതിക വർമ്മ. CI ചന്ദ്രഭാനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ജനറൽ ആശുപത്രിയിൽ നിന്നും ഋതികയെ അറസ്റ്റ് ചെയ്തത്. ഇത് കേട്ട് ഞെട്ടി വരച്ച് നിൽക്കുക ഞാനും ഇവനും. എല്ലാം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേ അവളുടെ ജന്മം. ദൈവമേ, കൊലക്കുറ്റാ ചെയ്തിരിക്കുന്നത്. എന്റെ ഈശ്വര, എത്ര നാള് ജയിലിൽ കിടക്കേണ്ടി വരും. അവള് തന്റെ അടിയാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും ചെയ്ത് ഞാനും കരുതിയില്ല. ശേരട്ടാ, നമ്മുടെ മോള് എന്തൊക്കെയാ ശേരട്ടായി കേക്കുന്നത്? ഇതൊക്കെ സത്യാണോ? പിന്നെ ചാനല് നോണോ പറയോ? നോക്ക്, പോലീസ് അവളെ അറസ്റ്റ് ചെയ്തത് കണ്ണു തുറന്ന് നോക്ക്. അവളുടെ ജീവിതം അവള് തകർത്തു. പ്രതാപം മന്ത്രിയാണ്. ഇനി അവൻ ഇതിന് ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരും. അമ്മയുടെ രഹസ്യ കാമുകനൊക്കെ ആയിരിക്കും. ആയിക്കോട്ടെ, അതിന് ഒരാളെ ഇങ്ങനെ കൊല്ലണോ? ഇതിപ്പോ അമ്മയുടെ കാമുകനെ മകള് റിവോൾവർ കൊണ്ട് ഷൂട്ട് ചെയ്തെന്നുള്ള വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? എന്തൊക്കെ നാണക്കേടാ എന്റെ ഭഗവാനെ. അന്തസ്സും അഭിമാനം ഉള്ളൊരു തറവാടിന്റെ തായ്വേര് ഇളക്കിയില്ലേ ഇവള്. ഇനി പോലീസും മീഡിയയും നാട്ടുകാരും എല്ലാവരും ഇതിന്റെ പുറകെ ആയിരിക്കും. അവരിതെല്ലാം ചൂഴ്ന്നെടുക്കും. കൊല്ലപ്പെട്ടതേ അമ്മയുടെ ജാരം മാത്രമല്ല, അതിവിടെ അച്ഛനാണെന്നുള്ള കാര്യം കൂടി ഇനി മീഡിയ കണ്ടെത്തും. ഒടുവില് അച്ഛനെ കൊന്ന മകളെന്നുള്ള കീർത്തി കൂടി ഇവളുടെ തലയിലിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? എന്താടി എന്റെ മനസ്സിലെ വിഷമം ഞാൻ ഷെയർ ചെയ്തപ്പോ നീ പൊട്ടിത്തെറിക്കുന്നേ? നിങ്ങളുടെ മനസ്സിൽ വിഷമമല്ല, സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഋതുമോള് ആരെയും കൊല്ലില്ല. അവൾക്ക് ആരെയും കൊല്ലാനും കഴിയില്ല. ഓ, ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഓഹോ, അപ്പോ ഞാൻ വളർത്തിയ ആ പെണ്ണ് ഇപ്പൊ നിങ്ങളുടെ മകളായോ? നിങ്ങൾ വളർത്തിയതല്ലോ, ബലിയാടാക്കാൻ ഒരുക്കി നിർത്തിയതല്ലേ മോളെ. ശേരട്ടാ, ഇത് ഒരു ചതിയാ. ഇതിന് പിന്നില് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയോ? വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് വരെ പോലീസ് കണ്ടെടുത്തു. ആ ഗണ്ണ് സ്മെല്ല് ചെയ്ത പോലീസ് ഡോഗാ ഋതികയെ ചെന്ന് പിടികൂടിയത്. ഋതുമോളെ ഇല്ലാതാക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തിയൊരു ഗൂഢാലോചന ഈ കൊലപാതകം. അതിലൊരു സംശയമില്ല. ഈ ചതിക്കുഴി ഒരുക്കിയവരെ എന്തായാലും പോലീസ് പൊക്കും. ശേരട്ടം വാ.